പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതിരാനുണ്ടെനിക്കാശ, കണ്ടു കൊതിരാനുണ്ടെനിക്കാശ. പരനെ നിന്റെ വരവ് ഏതു സമയം അറിയുന്നില്ല. എന്നു വരും നീ, എപ്പോൾ വരും നീ അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ, അറിയാത്തതിനാൽ കാത്തിടുന്നേ ഞാൻ. പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. ശുദ്ധരെല്ലാം ഗീതം പാടും തന്റെ വരവിൽ, ആതുഘോഷിച്ചും ആതുഘോഷിക്കും ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ, ആനന്ദവല്ലഭനെ എതിരേൽപ്പാൻ. പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിന്നെ കാണാൻ എനിക്കധികം കൊതിയുണ്ട്. പരനെ നിൻമുഖം, പരനെ നിൻമുഖം കണ്ടു കൊതിരാനുണ്ടെനിക്കാശ, കണ്ടു കൊതിരാനുണ്ടെനിക്കാശ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു കേരള സന്ദർശനത്തിന് എന്റെ കുട്ടിക്കാലത്ത് വന്നത് ഓർക്കുന്നു. ഞാൻ അന്നൊരു ടീനേജറായിരുന്നു. അദ്ദേഹത്തെ കാണുവാനായി സ്കൂളിൽ നിന്നും ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി. ചുട്ടുപൊള്ളുന്ന വെയിൽ. അദ്ദേഹത്തിന് കേരളത്തിന്റെ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകുന്നുണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം അടൂരിലെത്തിയപ്പോൾ 2 മണിക്കൂറധികം താമസിച്ചിരുന്നു. പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്നതിനാൽ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറുവാനും സാധ്യമല്ല. വെയിലൊന്നും അന്ന് വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് മുഖമൊന്ന് ദർശിപ്പാൻ ഏത് ത്യാഗവും സഹിപ്പാൻ തയ്യാറായിരുന്നു. ചാച്ചാ നെഹ്റു കീജെ വിളിച്ച് എല്ലാവരും നിലയുറപ്പിച്ചു. അദ്ദേഹം അടൂരിലെത്തുകയും അവിടെയുള്ള മൈതാനത്ത് അദ്ദേഹം ഹ്രസ്വമായ പ്രസംഗം നടത്തുകയും ചെയ്തു. അദ്ദേഹത്തെ ഒന്ന് കാണാനുള്ള അവസരം ലഭിച്ചതിൽ വളരെ സന്തോഷമായിരുന്നു. 1964 മെയ് 27 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അക്കാലങ്ങളിൽ പലരും വിലാപഗാനങ്ങൾ എഴുതി പതിവായിരുന്നു. അതിനാൽ ഒരു ഗാനത്തിന്റെ ഏതാനും വരികൾ എന്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: നായകൻ പിരിഞ്ഞു, നാടകം കഴിഞ്ഞു, നാളത്തെ തലമുറയ്ക്കാര് നാടു ഭരിക്കുന്നതാര്. ഇത് ഈ വളരെ ഈണത്തോട് പാടുന്ന ഒരു പാട്ടാണ്. പക്ഷേ വർഷങ്ങൾ ഇത്രയും പിന്നിട്ട് കഴിഞ്ഞിട്ടും ഇന്ത്യ മഹാരാജ്യം ഇന്നും നിലനിൽക്കുന്നു. ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പകരക്കാരായി അനേകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആവർത്തനം 7:6 നിങ്ങൾ ദൈവമായ യഹോവയ്ക്ക് വിശുദ്ധ ജനമാണ്. ഭൂതലത്തിലുള്ള സകല ജാതികളിൽ വെച്ച് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ തന്റെ ജനമായിട്ടും തന്റെ പ്രിയപ്പെട്ട സമ്പത്തായിട്ടും തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്നാൽ ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നു മാറി. ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവിനെ ദൈവം ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം തിരഞ്ഞെടുത്തു. എന്നിട്ട് തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുകയും ചെയ്തു. എന്നാൽ ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കാതെയും അവിവേകം പ്രവർത്തിച്ചതിനാലും ദൈവം ശൗലിനെ രാജസ്ഥാനത്ത് നിന്ന് നീക്കി. പകരക്കാരനായിട്ട് ഇശായിയുടെ മകനായ ദാവീദിനെ ഇസ്രായേലിന്റെ രാജാവായി അഭിഷേകം ചെയ്തു. ഇസ്രായേലിനെ ശക്തനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. മുഖം നോക്കാതെ ദൈവത്തിന്റെ അരുളപ്പാട് അറിയിച്ച പ്രവാചകനായിരുന്നു. വിഗ്രഹങ്ങളെയും ദൈവവിശ്വാസത്തെ എതിർക്കുകയും ചെയ്ത ഏക ദൈവവിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്ത ധീരനായ പ്രവാചകനായിരുന്നു ഏലിയാവ്. തന്റെ പ്രവചന കാലത്ത് നടന്ന ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഇസ്രായേലിൽ ക്ഷാമം വരുമെന്ന് പ്രവചിച്ചു. ഇത് ദൈവവിശ്വാസികളുടെ മേലുള്ള ദൈവത്തിന്റെ ശിക്ഷയായിരുന്നു.
അടുത്തത് കർമ്മേൽ പർവ്വതത്തിലെ അത്ഭുതം. ഏലിയാവ് ബാൽ പ്രവാചകന്മാരുമായി ഒരു വെല്ലുവിളി നടത്തി. ബാലിന്റെ പ്രവാചകന്മാർക്ക് സ്വർഗത്തിൽ നിന്ന് തീയിറക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഏലിയാവ് യാഗപീഠത്തിന്റെ ക്രമീകരണങ്ങളെല്ലാം വ്യവസ്ഥ പ്രകാരം ചെയ്ത് പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് തീയിറക്കി യാഗവസ്തുക്കളെ ദഹിപ്പിച്ചു. ഇത് സത്യദൈവത്തിന്റെ ശക്തിയായി കണക്കാക്കപ്പെടുന്നു. ഇത്രയും അത്ഭുതങ്ങൾ നടത്തിയ ഏലിയാവിന് നിരാശ തോന്നി മരിപ്പാൻ താല്പര്യപ്പെട്ടു. എന്നാൽ ദൈവം ഏലിയാവിനെ ശക്തീകരിച്ച് ആഹാരം കൊടുത്തു ബലപ്പെടുത്തി ദൂരയാത്രയ്ക്ക് ഒരുക്കിയെടുത്തു. മരിപ്പാൻ താല്പര്യപ്പെട്ട ഏലിയാവിനെ ദൈവം മരണം കാണാതെ എടുത്തു. അനന്തരം ഏലിയാവിന് പകരക്കാരനായിട്ട് ദൈവം എലീശയെ തിരഞ്ഞെടുത്തു. തന്നിലൂടെ ഏലിയാവ് ചെയ്തതിലും ഇരട്ടി ശുശ്രൂഷകൾ ദൈവം ചെയ്യിപ്പിച്ചെടുത്തു. അടുത്തൊരു പകരക്കാരനാണ് യോശുവ. ദൈവിക പദ്ധതി അനുസരിച്ച് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കനാനിലേക്കുള്ള യാത്രയ്ക്ക് നേതൃത്വം നൽകിയ മോശയായിരുന്നു. 40 വർഷം ദുസ്സഹമായ യാത്രയിൽ വിവിധ നിലയിലുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നു. 10 കൽപ്പന ദൈവം മോശയിലൂടെ ഇസ്രായേൽ മക്കൾക്ക് നൽകി. അങ്ങനെയുള്ള യാത്രയിൽ ജീവിതത്തിൽ കൈപ്പേറിയ നിറഞ്ഞ പല അനുഭവങ്ങളും അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും ഉറപ്പും ധൈര്യമുള്ളവനായി നിലകൊണ്ടു. ജനത്തിന്റെ ദുശ്ശാഠ്യ നിമിത്തം അവിവേകം കാണിച്ചതിന്റെ വെളിച്ചത്തിൽ ദൈവം മോശയ്ക്ക് ഒരു അവധി നിശ്ചയിച്ചു. അത് തീർന്നപ്പോൾ ദൈവം മോശയ്ക്ക് പകരക്കാരനായി യോശുവയെ നിയോഗിച്ചു. എന്നാൽ പകരക്കാരനില്ലാത്ത ഏക വ്യക്തി നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തു മാത്രമാണ്. കർത്താവ് സുവിശേഷത്തിന്റെ പങ്ക് നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള സന്ദേശം കർത്താവ് ഭൂതലത്തിൽ ഘോഷിച്ചിരുന്നു. ആ കർത്താവ് നമ്മെ ആ ദൗത്യം ഏൽപ്പിച്ച് പകരക്കാരായി നിർത്തിയിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നമുക്ക് അധികാരങ്ങൾ നൽകിയിരിക്കുകയാണ്. സുവിശേഷത്തിന്റെ ദീപശിഖ നമ്മളിലേക്ക് കൈമാറിയിട്ടാണ് കർത്താവ് പോയിരിക്കുന്നത്. ആ കണക്കിൽ വധിപ്പാൻ കർത്താവ് വേഗം വരും. അപ്പോൾ നമുക്ക് ഉത്തരം മുട്ടിപ്പോകാതിരിക്കാൻ ദൈവരാജ്യത്തിലേക്ക് ആത്മാക്കളെ നേടിയെടുക്കാം. ദൈവമായ കർത്താവ് ഏവർക്കും കൃപ ചെയ്യട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.